തിരൂർ, താനൂർ അതിർത്തികളിൽ അടിയന്തര ഇടപെടൽ വേണം. തിരൂർ നഗരസഭയെയും ചെറിയമുണ്ടം പഞ്ചായത്തിനെയും പോലെ തന്നെ താനൂർ മണ്ഡലത്തിന്റെ അതിർത്തി പ്രദേശങ്ങളെയും ബാധിക്കുന്ന പനമ്പാലം പുഴയുടെ പുനരുദ്ധാരണം അടിയന്തരമായി നടപ്പിലാക്കണം. പനമ്പാലം പ്രളയഭീതിയിൽ. ദുരന്തങ്ങൾ സംഭവിച്ച ശേഷം കണ്ണീർ വാർത്തിട്ട് എന്ത് കാര്യം? താനൂർ ബോട്ട് അപകടം പോലെ വലിയൊരു ദുരന്തം സംഭവിച്ച ശേഷം മാത്രം ഉണർന്നു പ്രവർത്തിക്കുന്ന രീതി മാറണം. ഒരു അപകടം വരാതിരിക്കാൻ മുൻകൂട്ടി ശ്രമിക്കുന്നതാണ് വിവേകം. പനമ്പാലം പാലത്തിന്റെ പണി കഴിഞ്ഞിട്ട് നാളിതുവരെയായിട്ടും അതിനടിയിലെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാത്തത് വലിയൊരു അപാകതയാണ്. പ്രധാന പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയ്ക്ക്. 1. പാലത്തിനടിയിലെ മാലിന്യങ്ങൾ. പാലം പണി നടന്ന സമയത്തുപയോഗിച്ച വലിയ മണ്ണുചാക്കുകൾ, പലകകൾ, കല്ലുകൾ എന്നിവ ഇപ്പോഴും പുഴയ്ക്കടിയിൽ കിടക്കുകയാണ്. ഇത് പുഴയുടെ സ്വാഭാവിക ഒഴുക്കിനെ തടയുന്നു. 2. ചണ്ടിയും മാലിന്യവും. നിലവിൽ പുഴയിൽ ആഫ്രിക്കൻ പായലും ചണ്ടി മറ്റ് മാലിന്യങ്ങളും വന്ന് നിറഞ്ഞു നിൽക്കുകയാണ്. ഇത് പുഴയെ ശ്വാസം മുട്ടിക്കുന്നു. കഴിഞ്ഞ തവണ ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. വികസനം നാടിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതായിരിക്കണം, നാശത്തിലേക്കുള്ള വഴിയാകരുത്. വരാനിരിക്കുന്ന പ്രളയത്തിൽ നിന്ന് പനമ്പാലത്തെ രക്ഷിക്കാൻ ഈ വേനൽക്കാലത്ത് തന്നെ പുഴയിലെ തടസ്സങ്ങൾ നീക്കം ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. മുമ്പ് വി അബ്ദുറഹിമാൻ എം.എൽ.എ, താനൂർ എം.എൽ.എ സ്ഥലം സന്ദർശിച്ചപ്പോൾ നാട്ടുകാർ ഈ കാര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുത്തിയതാണ്. എന്നാൽ ഇതുവരെയും ഇതിനൊരു പരിഹാരമുണ്ടായിട്ടില്ല എന്നത് ഖേദകരമാണ്. ഞങ്ങളുടെ ആവശ്യം, ഈ വേനൽക്കാലം പുഴ ശുചീകരിക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണ്. പുഴയിലെ വെള്ളം തടസ്സമില്ലാതെ ഒഴുകണം. തൂക്കുപാലമല്ല ഞങ്ങൾക്ക് വേണ്ടത്, മറിച്ച് പുഴയിലെ വെള്ളം പുഴയിലൂടെ തന്നെ ഒഴുകാനുള്ള സാഹചര്യമാണ്. വരും വർഷങ്ങളിൽ ജലനിരപ്പുയർന്നാൽ പനമ്പാലം പ്രദേശം വലിയൊരു ദുരന്തത്തെ അഭിമുഖീകരിക്കേണ്ടിവരും. അടിയന്തര ഇടപെടലുണ്ടാകണം.